ഈ പറഞ്ഞ പോലെ ഇപ്പൊ പാർട്ട്ണറുടെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാം. ഇപ്പൊ സ്ത്രീകൾ ജനറലി പണ്ടത്തെ ഒരു തീരെ കുറവാ, പോണും അങ്ങനെയൊന്നും വാച്ച് ചെയ്യാത്തവരാ. പക്ഷെ പോൺ കണ്ടില്ലെങ്കിൽ റൊമാൻറ്റിക് മൂവീസ്, ഇറോട്ടിക് മൂവീസ്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റിൽ ഞാൻ ഈ ഡ്രസ്സിങ്ങിന്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രായത്തിലും ചെയ്യാം. അവർക്ക് ഇഷ്ടല്ലേ അതൊക്കെ ചെയ്യാം. അപ്പൊ വേറൊരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഈ ചെറുപ്പത്തിൽ ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ മധ്യവയസ്സാവുമ്പോൾ ആണുങ്ങളും കരിയറിൽ ബിസി ആയിരിക്കും. അപ്പോ ഇവിടെ പ്രയോറിറ്റി ആണ്. അപ്പൊ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് ഇൻക്രീസ് ആവുകയാണ് അല്ലെ. കൂടുതൽ എൻജോയ് ചെയ്ത് സെക്ഷുവാലിറ്റിക്ക് ഫോപ്ലേക്കൊക്കെ ഉണ്ടല്ലോ, പ്രായമില്ല. ആളുകൾക്കൊരു തെറ്റിദ്ധാരണയാണ് ഈ യങ് ഏജിലുള്ളൂ. അത് തെറ്റാണ്. കാര്യം ഹോർമോൺ കുറയുമെങ്കിലും ഇത് മൊത്തം നമ്മുടെ തലയിലാണ്. ലൂബ്രിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ യങ് പേഷ്യന്റ് ആർക്കും ലൂബ്രിക്കേഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേജസിൽ കൂടെ പോകുന്നില്ല. ലൂബ്രിക്കേഷൻ എങ്ങനെയാണ് ഉണ്ടാവണത്? വെജൈനന്ന് ഫ്ലൂയിഡ് വരുന്നത് എന്തെങ്കിലും ഗ്രന്ഥി നിന്നാണോ വരുന്നത്? അല്ല, മെയിൻ ആയിട്ട് ബ്ലഡ് എന്നുള്ള പ്ലാസ്മയാണ്. അത് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അതിന്റെ ഫ്ലൂയിഡാണ് ഒലിച്ചു വരുന്നത്. കുറച്ച് ഗ്രന്ഥികളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ മെയിൻ ഫ്ലൂയിഡ് ഇതെന്നാണ്.